ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ലേൺ സൈക്കോളജി ഇൻ മലയാളം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് തിയറി ഓഫ് ഫോർഗെറ്റിംഗ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് തിയറി ഓഫ് ഫോർഗെറ്റിംഗ് പറയുന്നതിൻ്റെ മുന്നായിട്ട് നമുക്ക് ശരിക്കും ഷോർട്ട് ടേം മെമ്മറീനെ കുറിച്ചൊന്ന് പറയാം. ഷോർട്ട് ടേം മെമ്മറിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലിമിറ്റഡ് കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ ഷോർട്ട് ടേം മെമ്മറിക്ക് എന്നുള്ളത്. ആ ലിമിറ്റഡ് കപ്പാസിറ്റി എത്രയെന്നുള്ളത് പല സ്റ്റഡീസും പ്രൂവ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ഐറ്റംസ് മാത്രമേ ഉള്ളൂ നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത്. ലൈക്ക് നമ്മളൊരു ഡിജിറ്റ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിജിറ്റ്സ് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന 7 ഡിജിറ്റ്സ് വരെ മാത്രമേ ഒരാൾക്ക് അത് ഓർത്തെടുക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഷോർട്ട് ടേം മെമ്മറിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് അറ്റൻഷൻ കൊടുത്ത കാര്യങ്ങളൊക്കെ പോയി നിൽക്കുന്നത് അല്ലേ. സെൻസറി മെമ്മറി കഴിഞ്ഞാൽ വരുന്നതാണ് ഷോർട്ട് ടേം മെമ്മറി. അപ്പോൾ ഈ ഷോർട്ട് ടേം മെമ്മറിക്ക് ലിമിറ്റഡ് റീറ്റെയിനിങ് കപ്പാസിറ്റി, അതായത് കുറച്ച് നമ്പേഴ്സ് മാത്രം, എബൌട്ട് 7 ഡിജിറ്റ്സ് വരെ മാത്രം ഉള്ളൊരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആ കപ്പാസിറ്റി കംപ്ലീറ്റ് ആയ ആ മൊമെൻറ്റിൽ അവിടെ എന്ത് നടക്കുന്നു, അതിനെ റീപ്ലേസ് ചെയ്യുന്നു. പുതിയ ഇൻഫോർമേഷൻസ് പോയിട്ട് പഴയ ഇൻഫോർമേഷൻസിനെ പോയി റീപ്ലേസ് ചെയ്യുന്നു. തന്മൂലം തന്നെ നമ്മൾ എന്ത് ചെയ്യും, പഴയ ഇൻഫോർമേഷൻസ് മറന്നു പോകുന്നു. നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയാലോ. നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിലാവുമ്പോഴേക്കും നമ്മൾ മറന്നു പോകാറുണ്ടല്ലേ. കാരണം എന്താണ്, സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ പിന്നെയും ഒരുപാട് പഠിക്കുന്നുണ്ട്. അത് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ച ആ ഭാഗങ്ങളേക്ക് അത് പോയി റീപ്ലേസ് ചെയ്യുന്നു. കാരണം നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിലുള്ള ഷോർട്ട് ടേം മെമ്മറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അത്രയും കുറവാണ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് തിയറി കുറേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഫ്രീ റീകോൾ മെത്തേഡിലൂടെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫ്രീ റീകോൾ മെത്തേഡിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് കുറേ പാർട്ടിസിപ്പൻസിന് ഒരുപാട് വേർഡ്സ് കൊടുത്തിട്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ട് പറയുകയും അതിൻ്റെ ശേഷം അത് അവരോട് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ സൈക്കോളജിസ്റ്റ് കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം പഠിച്ച വേർഡ്സ് അവർക്ക് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അതുപോലെ തന്നെ ലാസ്റ്റ് പഠിച്ച വേർഡ്സും റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അതിൻ്റെ നടുവിൽ വന്ന കണ്ടൻസ് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്നുള്ള ഒരു കാര്യം അവർ കണ്ടുപിടിച്ചു. നിങ്ങളെന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മളിപ്പോൾ ഹിന്ദി അതുപോലെ അറബിക് പോലെയുള്ള അറിയാത്ത ലാംഗ്വേജസ്, നമുക്ക് മീനിങ് അധികം അറിയാത്ത കാണാതെ പഠിക്കുന്ന ലാംഗ്വേജസിലുള്ള ഇപ്പോൾ ഒരു എസ്സേ ഒക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത 2 സെൻറ്റൻസ് ഒക്കെ നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാകും അല്ലേ, ആ എസ്സേ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ. അതുപോലെ തന്നെ ലാസ്റ്റ് പഠിച്ച സെൻറ്റൻസുകളും നമുക്ക് ഓർമ്മ ഉണ്ടാകും. അതിൻ്റെ നടുവിലാണ് നമ്മൾ മിസ്റ്റേക്സ് വരുത്താറുള്ളത്. ഇതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് പഠിച്ച ഭാഗങ്ങൾക്ക് വീണ്ടും വീണ്ടും നമ്മൾ ഒരുപാട് തവണ റിഹേഴ്സൽ കൊടുത്തിട്ടുണ്ടാകും അല്ലേ. അതുപോലെ തന്നെ ലാസ്റ്റ് പഠിച്ച ഭാഗങ്ങൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, ലാസ്റ്റ് പഠിച്ച സെൻറ്റൻസുകളെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഒന്നും പഠിച്ചില്ല അല്ലേ. അത് അവിടെ തന്നെ ഫ്രഷായി നിൽക്കുന്നുണ്ട്. അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും പഠിച്ചിട്ടില്ല. അത് ഫ്രഷായി തന്നെ നമ്മുടെ ബ്രെയിനിൽ നിലനിൽക്കുന്നുണ്ട്. അതിന് നടുവിലുള്ളതൊക്കെ മേ ബി റീപ്ലേസ് ആയി പോയിട്ടുണ്ടാകും. അപ്പോൾ ബിഗിനിങ്ങിലുള്ള ആ ഒരു സെൻറ്റൻസുകളെ നമുക്ക് ഓർക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയെ നമുക്ക് പ്രൈമസി എഫക്റ്റ് എന്നും, അവസാനം പഠിച്ചതിനെ നന്നായിട്ട് ഓർക്കാൻ പറ്റുന്നതിനെ നമുക്ക് റീസെൻസി എഫക്റ്റ് എന്നും പറയാം. അപ്പോൾ ഈ റീസെൻസി എഫക്റ്റ് ശരിക്കും നമുക്ക് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് തിയറി പ്രകാരം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ. റീസെൻസി എഫക്റ്റിൽ നമുക്ക് ലാസ്റ്റ് പഠിച്ചത് വേർഡ്സ് അല്ലെങ്കിൽ സെൻറ്റൻസുകൾ നന്നായിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്തുകൊണ്ടായിരിക്കും, അതിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ പുതിയ മെമ്മറി അല്ലെങ്കിൽ പുതിയ ഇൻഫോർമേഷൻസ് ഒന്നും പഠിക്കാത്തത് കൊണ്ടാണെന്നുള്ളത്. നമ്മൾ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ മറിച്ച് നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയിട്ടുള്ള പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഈസി ആയിട്ട് അത് അറ്റൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ. ഇതൊക്കെ എന്താണ്, റീസൻസി എഫക്റ്റ് കാരണമാണ്. നെക്സ്റ്റ് നമുക്ക് ട്രേസ് ഡീകേ തിയറി ഓഫ് ഫോർഗെറ്റിംഗ് നോക്കാം. ട്രേസ് എന്താണ്, അല്ലെങ്കിൽ ഒരു മെമ്മറി ട്രേസ് എന്താണെന്നുള്ളത് ആദ്യം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. എന്താണ് മെമ്മറി ട്രേസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിച്ച ഇൻഫോർമേഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, ചില കെമിക്കൽസ് ആയിട്ട് അല്ലേ. അത് ന്യൂറോൺസിൽ ഓരോ നെറ്റ്വർക്ക്സ് ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓരോ ഫിസിക്കൽ ട്രേസുകളായിട്ട് അതവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് കെമിക്കൽ ചേഞ്ചസ് എന്തൊക്കെയോ നെർവസ് സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കണക്ഷൻസ് ആയിട്ടാണ് അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് മാത്രം നമുക്കിപ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ നമുക്കറിയാം ഒരു ഫുഡ് ഐറ്റം നമ്മൾ ഒരുപാട് കാലത്തേക്ക് അത് തൊട്ട് നോക്കാതെയോ ക്ലീൻ ചെയ്യാതെയോ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഫുഡ് ഐറ്റം നമ്മൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ആഴ്ചകൾ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അതെന്തായിട്ടുണ്ടാകും, നശിച്ചു പോയിട്ടുണ്ടാകും, ഡീക്കേ ആയിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ഇതേ സംഗതി നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവന്നാലോ, നമുക്കറിയാം ആ ഒരു ട്രേസ് ഒരു കെമിക്കൽ ട്രേസ് ആയിട്ട് അവിടെ നിലനിൽക്കുകയാണ്. അത് നമ്മൾ തൊട്ട് നോക്കുകയോ അല്ലെങ്കിൽ ഒന്ന് റിമെമ്പർ ചെയ്ത് ഒന്നും കൂടിയും റിഹേഴ്സ് ചെയ്ത് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ ഒരു ദിവസം നമ്മളോട് പെട്ടെന്ന്
പെട്ടെന്ന് അന്ന് പഠിച്ച ടോപ്പിക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, അത് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം എന്താണ്, അതവിടെ ഡീകേ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ട്രേസ് ഡീകേ തിയറിയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലെ ഇൻഫോർമേഷൻസ് 15 മുതൽ 30 സെക്കൻഡ്സ് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, അത് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് കാരണം തന്നെ റിഹേഴ്സൽ ഇല്ലാത്ത സ്ഥിതിക്ക് അത് അവിടെ എന്ത് സംഭവിക്കുന്നു, ട്രേസ് ഡീകേ സംഭവിച്ചത് കൊണ്ട് തന്നെ നമുക്കത് റിമെമ്പർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. ഓക്കെ, നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതാണ് എനിക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ തരുന്നത്. അപ്പോൾ ഓരോ തിയറീസും അവരുടേതായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സാണ് പറയുന്നത്, എന്തുകൊണ്ടാണ് മറവി സംഭവിക്കുന്നത് എന്നുള്ളതല്ലേ. അപ്പോൾ ഇൻ്റർഫറൻസ് തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർഗെറ്റിംഗ് നടക്കുന്നത് ഇൻഫോർമേഷൻസിൻ്റെ ഇൻ്റർഫറൻസ് കാരണമാണ് എന്നുള്ളത്. ശരിക്കും ഇൻ്റർഫറൻസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടപെടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ഇൻഫോർമേഷൻ മറ്റൊരു ഇൻഫോർമേഷനായിട്ട് അത് ഇടപെടുമ്പോൾ വരുന്ന ഒരു മറവിയാണ് എന്ത്, ഇൻ്റർഫറൻസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇൻഫോർമേഷൻസ് തമ്മിൽ ഇടപെടുന്നത് എന്നുള്ളത്. നമുക്ക് നോക്കാം. അപ്പോൾ 2 ടൈപ്പായിട്ടാണ് ഇൻ്റർഫറൻസിനെ പറയുന്നത്, പ്രൊആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്നും റെട്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്നും. നിങ്ങളെല്ലാവരും ഫോൺ ലോക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ഫോണിന് ഒന്നെങ്കിൽ പിൻ കോഡ് ഉണ്ടാകും, അല്ലെങ്കിൽ പാറ്റേൺ ഉണ്ടാകും. ഇതൊരു തവണ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ചേഞ്ച് ചെയ്തവരുണ്ടാകും. അപ്പോൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ മറന്നുകൊണ്ട് ആദ്യത്തെ പാറ്റേൺ അല്ലെങ്കിൽ ആദ്യത്തെ പിൻ കോഡ് തന്നെ യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതിപ്പോൾ ഏതിലും അപ്ലൈ ചെയ്യാം. ഇമെയിൽ ആയാലും, ഇമെയിൽ ID പാസ്വേഡ് ആണെങ്കിലും, അല്ലെങ്കിൽ ATM പിൻ ആണെങ്കിലൊക്കെ നിങ്ങൾക്കറിയാം, ആദ്യത്തെ പാസ്വേഡ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ പഴയ പഴയ മെമ്മറി നമ്മളുടെ പുതിയ മെമ്മറീനെ വന്നിട്ട് ബാധിക്കുകയാണ്, പുതിയ മെമ്മറി റീകോൾ ചെയ്യുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് പ്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെട്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്തായിരിക്കും, കറക്റ്റ് ഓപ്പോസിറ്റ്. നമ്മൾ പുതിയ പാഠങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ സെമസ്റ്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ പഴയ സെമസ്റ്ററിൽ പഠിച്ചതോ അല്ലെങ്കിൽ ഓൾഡ് ആയിട്ടുള്ള ലെസൺസൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട് അല്ലേ. ഇതിന് നമുക്ക് റെട്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയാം. അതായത് പുതിയ ഇൻഫോർമേഷൻസ്, പുതിയത് പഠിച്ച ഇൻഫോർമേഷൻസ് പോയിട്ട് പഴയത് പഠിച്ച ഇൻഫോർമേഷൻസിനെ ഓർത്തെടുക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണല്ലേ. അപ്പോൾ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചിട്ട് മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പ്രോ എന്നുള്ളതിൻ്റെയും റിട്രോ എന്നുള്ളതിൻ്റെയും മീനിങ് വെച്ചിട്ട് മനസ്സിലാക്കാം. പ്രോ എന്നുള്ളത് നമ്മൾ ലേറ്റസ്റ്റ് അല്ലെങ്കിൽ പുതിയത് എന്നൊക്കെ എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പഴയ ഇൻഫോർമേഷൻസ് വന്നിട്ട് പുതിയ ഇൻഫോർമേഷൻസ് റീകോൾ ചെയ്യുന്നതിനെയാണ് ബാധിക്കുന്നത്. ഇവിടെ ബാധിക്കപ്പെടുന്നത് ആരാണ്, പുതിയ ഇൻഫോർമേഷൻസ് ആണ്. അപ്പോൾ പ്രോ. എന്നാൽ റിട്രോ എന്ന് പറയുന്നത് നമ്മൾ പഴയ കാര്യങ്ങളെയാണ് അല്ലേ റിട്രോ എന്ന് പറയുന്നത്. അപ്പോൾ റിട്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസിൽ ഏത് ഇൻഫോർമേഷനാണ് പോയിട്ട് ബാധിക്കപ്പെടുന്നത്, പഴയ ഇൻഫോർമേഷൻസിൻ്റെ റീകോളാണ് ബുദ്ധിമുട്ടിലാവുന്നത്. അപ്പോൾ പഴയത് ബാധിക്കപ്പെടുന്നു. അപ്പോൾ ഏതിനാണോ ബാധിക്കപ്പെടുന്നത് അതിൻ്റെ പേരിൽ നമുക്കതിനെ പഠിച്ചെടുക്കാം. അടുത്തതാണ് ലാക്ക് ഓഫ് കൺസോളിഡേഷൻ തിയറി. ലാക്ക് ഓഫ് കൺസോളിഡേഷൻ തിയറിയിൽ നിങ്ങൾക്ക് കുറച്ച് ബയോളജി ഒന്ന് പഠിക്കാനുണ്ട് കേട്ടോ. നമുക്കറിയാം, നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് സെൽസ്, ആ സെൽസിനെ നമുക്ക് ന്യൂറോൺസ് എന്ന് പറയാം അല്ലേ. ഈ ന്യൂറോൺസ് പ്രസൻ്റ് ആണ്. അപ്പോൾ ഈ ന്യൂറോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് സിനാപ്സ് എന്ന് പറയുന്നതിലൂടെയാണ്. അപ്പോൾ ഓരോ ന്യൂറോൺസും തമ്മിൽ കണക്റ്റഡ് ആണ് എന്ത് വഴിക്ക്, സിനാപ്സ് എന്ന് പറയുന്നതിലൂടെ. അപ്പോൾ ഈ സിനാപ്സിലൂടെയാണ് ഒരു ന്യൂറോണിന് പാസ് ചെയ്യാനുള്ള ഇൻഫോർമേഷൻസ് പോയിട്ട് അടുത്ത ന്യൂറോണിലേക്ക് എത്തുന്നത്. സിനാപ്സ് ആണ് അതിനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുമ്പോഴും അതൊരു ന്യൂറോണിൽ പോയിട്ട് നിൽക്കുന്നു. ആ ന്യൂറോൺ മറ്റ് ന്യൂറോണിലേക്ക് അതിന് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നു. ഏതിലൂടെ, സിനാപ്സിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്യുകയും, അതായത് സ്റ്റിമുലേറ്റ് ചെയ്യുകയും പാസ് ചെയ്യാതിരിക്കുകയും, അതായത് ഇൻഹിബിറ്റ് ചെയ്യുകയും, ഈ ഒരു പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിനിൽ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഒരു ന്യൂറോണിന് മറ്റ് ന്യൂറോണിക്ക് ഇൻഫോർമേഷൻസ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട്. ഈ പ്രോസസ്സിനെ നമുക്ക് കൺസോളിഡേഷൻ എന്ന് പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കുറച്ച് അറ്റൻഷൻ കൊടുത്ത ഇൻഫോർമേഷൻസ് ഒക്കെ ഷോർട്ട് ടേം മെമ്മറിയിലാണ് പോയി നിൽക്കുന്നതെന്നല്ലേ. അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് ആക്കിയാൽ മാത്രമേ നമുക്കത് കാലാകാലം അല്ലെങ്കിൽ നമ്മളെ മരണം വരെ നമുക്ക് ആ ഇൻഫോർമേഷൻസ് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് അത് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ പ്രോസസ്സ് അവിടെ നടക്കണം. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തുകൊണ്ട്, കുറച്ച് സമയം, എ സർട്ടൻ എമൗണ്ട് ഓഫ് ടൈം, ആ സമയം എടുത്തുകൊണ്ട് നമ്മളുടെ ആ നെർവസ് സിസ്റ്റത്തിന് കുറച്ച് ചേഞ്ചസ്, എന്ത് ചേഞ്ചസ് ആണ്, നമ്മൾ മുന്നേ പറഞ്ഞ കൺസോളിഡേഷൻ ചേഞ്ചസ് അല്ലേ, അത് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതെന്ത് ചെയ്യുന്നത്, ലോങ് ടേം
മെമ്മറിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരാളുടെ ഈ കൺസോളിഡേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഗതി നടന്നിട്ടില്ല. അപ്പോൾ ഇൻഫോർമേഷൻസ് ലോങ് ടേമിൽ നിൽക്കുമോ? ഇല്ല, ഷോർട്ട് ടേം മെമ്മറിയിൽ നിലനിൽക്കും. അത് 30 സെക്കൻഡ്സ് കഴിഞ്ഞാൽ മറന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിൽ ഒരു റീജിയനിൽ നല്ലൊരു റോളുണ്ട്. ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള റീജിയനിൽ ആ ഒരു സ്ട്രക്ചറിന് ഇതിൽ നല്ല റോളുണ്ട്. അപ്പോൾ ഹിപ്പോ ക്യാമ്പസിന് എന്തെങ്കിലും നമ്മുടെ ഹെഡ് ഇഞ്ചുറി കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് സംഭവിക്കുമ്പോൾ ഒക്കെ അതിന് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് കാര്യങ്ങളൊന്നും കുറേ സമയത്തേക്ക് ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും അല്ലേ? അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അപ്പം മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റിട്രീവൽ ഫെയിലിയർ തിയറി. ഇതൊരു ഈസി തിയറിയാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, ചില ഇൻഫോർമേഷൻസ് നമ്മുടെ തലയിൽ കംപ്ലീറ്റ്ലി സ്റ്റോർഡ് ആയിരിക്കും. അതായത് നമുക്കറിയാം ഈ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ എന്നിട്ട് വരുന്നില്ല. നമ്മൾ പറയാറുണ്ടല്ലേ, എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട് പക്ഷെ എനിക്കത് പറയാൻ കിട്ടുന്നില്ല. ആ പേര് എനിക്ക് നല്ല പരിചയമുള്ളതാണ് പക്ഷെ പറയാൻ കിട്ടുന്നില്ല. ഈ അവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അതായത് ഇൻഫോർമേഷൻസ് ആ ലോങ് ടേം മെമ്മറിയിൽ ഉണ്ടാവും, ബട്ട് കനോട്ട് ബി ആക്സസ്ഡ്. നമുക്കത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. ഇതിൻ്റെ കാരണമാണ് റിട്രീവൽ ഫെയിലിയർ തിയറിയിൽ സൂചിപ്പിക്കുന്നത്. അതായത് ആ ഇൻഫോർമേഷൻസ് പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ട്രിഗർ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് പറയാനോ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനോ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ആ ട്രിഗേഴ്സിനാണ് റിട്രീവൽ ക്യൂ എന്ന് പറയുന്നത്. ക്യൂ എന്നുള്ളതുകൊണ്ട് ക്ലൂ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പഴയ സ്കൂളിലുള്ള ബുക്സൊക്കെ നിങ്ങളൊന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബുക്സ് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ പഴയ സ്കൂളും ഫ്രണ്ട്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇങ്ങനെ മെമ്മറിയിലേക്ക് വരുന്നതായിട്ട് കാണാം അല്ലേ? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളൊരു പനിയുള്ള അവസ്ഥയിലായിരുന്നപ്പോൾ മുന്നേ പനിച്ചപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ ഫീലിങ്സും നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാം അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ കോണ്ടെക്സ്റ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ കോണ്ടെക്സ്റ്റായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതേ കോണ്ടെക്സ്റ്റിൽ നമ്മൾ തിരിച്ചെത്തുമ്പോൾ നമുക്ക് ഓർമ്മ വരും എന്നുള്ളതാണ് ഈ ഒരു തിയറി സൂചിപ്പിക്കുന്നത്. അപ്പോൾ റിട്രീവൽ ക്യൂസ് 2 ടൈപ്പാണ്, എക്സ്റ്റേണൽ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റുവൽ ടൈപ്പ്, പിന്നെ ഇൻറ്റേർണൽ ടൈപ്പ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ ഒരു പെർഫെക്റ്റ് സ്മെല്ല് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സെൻറ്റ് ഉണ്ടാവും അല്ലേ? ആ സ്മെല്ല് നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും ഒന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എൻവയോൺമെൻറ്റ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണ് എക്സ്റ്റേണൽ റിട്രീവൽ ക്യൂ എന്ന് പറയുമ്പോൾ. ഇൻറ്റേർണൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പനിയുള്ള അവസ്ഥ വരുമ്പോൾ മുന്നേ പനിച്ചിരുന്നപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഫീലിങ്സ് ഒക്കെ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് ഇൻറ്റേർണൽ സ്റ്റേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെൽവിംഗ് ആണ് എക്സ്റ്റേണൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ചും ഇൻറ്റേർണൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കപ്പോൾ ഈ ഒരു തിയറി എന്താണ് പറയുന്നത്? റീഇൻസ്റ്റേറ്റിംഗ് ദ സ്റ്റേറ്റ്, അതായത് നമ്മുടെ ആ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വീണ്ടും ചെല്ലുമ്പോൾ, വീണ്ടും എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് ഓർത്തെടുക്കാനുള്ള ഒരു പ്രക്രിയ എളുപ്പമാക്കി തരുന്നു എന്നുള്ളതാണ് റിട്രീവൽ ഫെയിലിയർ തിയറി സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കാനൊക്കെ ശാഠ്യം പിടിക്കുന്നവരുണ്ടല്ലേ? കാരണം അവരുടെ ആ ഒരു പഠിത്തം പറയുന്ന പ്രോസസ്സ് ഈസി ആവുന്നത് ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കുമ്പോഴാണ്. അവർക്ക് അവിടെ തന്നെ ഇരുന്ന് അത് റീകോൾ ചെയ്യുമ്പോൾ അവരുടെ പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഈസി ആവുന്നുണ്ട്. ആ ഒരു റീകോൾ എന്നുള്ളത്, ആ ഒരു സ്ഥലം മാറിക്കഴിഞ്ഞാൽ അവർക്ക് പഠിത്തം ബുദ്ധിമുട്ടുള്ളതായിട്ടും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് റിട്രീവൽ ഫെയിലിയർ തിയറി എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു.